പുസ്തകം 24 അധ്യായം 31 വാക്യം. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 31 വാക്യം. മതി. പൊർക്കള്ള മുൻപിൽ പിന്മാറുകയോ പടി വാതിലിൽ ഇനി ഞാൻ തളരുകയോ. പൊർക്കള്ള മുൻപിൽ പിന്മാറുകയോ പടി വാതിലിൽ ഇനി ഞാൻ തളരുകയോ. ഒന്നു ഞാൻ ചെയ്യുന്നു മുൻപിലേക്കോടുന്നു വിരുദൊന്നു താനൻ ലക്ഷ്യം. ഒന്നു ഞാൻ ചെയ്യുന്നു മുൻപിലേക്കോടുന്നു വിരുദൊന്നു താനൻ ലക്ഷ്യം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ നാമം. അർപ്പണം ചെയ്യും ആത്മനിയോഗാൽ അല്പമെനിക്ക് ഉള്ളതല്ല. അർപ്പണം ചെയ്യും ആത്മനിയോഗാൽ അല്പമെനിക്ക് ഉള്ളതല്ല. ഉന്നതനേ തവ സേവയിൻ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. ഉന്നതനേ തവ സേവയിൻ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും നേ. സ്തുത്യർഹമേ തവ നാമം. അബ്രഹാമിൻ്റെ മകന് വേണ്ടി കല്യാണാലോചനയ്ക്ക് പോയതാണ് തൻ്റെ ഭൃത്യൻ. ചെന്നു തൻ്റെ പ്രാർത്ഥന ദൈവം അങ്ങ് കേട്ടു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇങ്ങനെ വേലക്കാരിങ്ങനെ പ്രാർത്ഥിക്കുമോ? അപ്പോൾ യജമാനന്റെ വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥനയുടെ യാഗത്തിന്റെ ദൈവാരാധനയുടെ മർമ്മങ്ങൾ, അത് താൻ സേവിക്കുന്ന ദൈവമാരാണെന്നും ആ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് അതിന് മറുപടി ഉണ്ടെന്നും അതിന് നിറവുണ്ടെന്നും അനുഗ്രഹമുണ്ടെന്നും മനസ്സിലാക്കിയ ഭൃത്യൻ കിണറ്റിൻ്റെ വാതിക്കൽ ഒട്ടകങ്ങളുമായി നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവമേ എന്നല്ല, എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. ആ കുടുംബാന്തരീക്ഷം എത്ര മനോഹരമാണ്. ആ എലിയാസറിന്റെ പ്രാർത്ഥന കേട്ട് റിബേക്ക ചെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, നീ എന്തിന് പുറത്തു നിൽക്കുന്നു, നീ അകത്തു വരിക. സ്തോത്രം. ഇന്നും കൃപ ലഭിച്ചവർ, ഇന്നും യഹോവ ആരാണെന്ന് മനസ്സിലാക്കിയവർ, ഇന്നും യേശുവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞവർ, യേശുവിന്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ മനസ്സിലാക്കിയവർ, പ്രാർത്ഥന കേട്ടവർ, പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാപിച്ചവർ, ഇന്നും പലരും പുറത്തു നിൽക്കുക. ഈ എലിയാസർ ഈ ഒട്ടകങ്ങളുടെ കൂടെ നിൽക്കുക. ചിലർ ഒട്ടകത്തിൻ്റെ പുറകെ, ചിലർ കഴുതകളുടെ പുറകെ, ചിലർ കന്നുകാലികളുടെ പുറകെ, ചിലർ പന്നികളുടെ പുറകെ, ചിലർ ആടുമാടുകളുടെ പുറകെ, ചിലർ മനുഷ്യന്റെ പുറകെ. എലിയാസറേ, നീ പ്രാർത്ഥിക്കുന്നവനാണ്, നിന്റെ യജമാന ദൈവമാരാണ് തിരിച്ചറിഞ്ഞവനാണ്, നീ കാര്യങ്ങൾ മനസ്സിലാക്കിയവനാണ്. അല്ല, അതുമാത്രമല്ല, യഹോവയാൽ നീ അനുഗ്രഹം പ്രാപിച്ചവനാണ്. യഹോവയെ സേവിക്കുന്ന വീട്ടിൽ ആയിരിക്കുന്ന വേലക്കാര വൃത്തിനെ, യഹോവയാൽ അനുഗ്രഹം പ്രാപിച്ചവനെ, നീ ഇന്ന് പുറത്തു നിൽക്കാതെ അകത്തു വരിക. ദൈവസഭയോട് ദൈവത്തിന് പറയാനുള്ളത്, കൃപ പ്രാപിച്ചവൻ, വെളിപ്പാട് പ്രാപിച്ചവൻ,
ആത്മാക്കളെ കുറിച്ചുള്ള വരമാനം ഏറ്റെടുത്തവർ ഇന്നും പുറത്തു നിൽക്കേണ്ടവരല്ല. പലതിൻ്റെ ചുറ്റുപാടുക്കുള്ളിലായിട്ട് കൃഷി വേണം, മൃഗം വേണം. എലിയാസറെ ദൈവാനുഗ്രഹം പ്രാപിച്ചവനെ എബർസർ ദൈവസഭയോട് പറയാനുള്ളത്, ദൈവകൃപ നീ പ്രാപിച്ചെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിന് മറുപടി നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥന വരം നിനക്കുണ്ടെങ്കിൽ, ആത്മക്കളെ നേടുവാനുള്ള ആശ ഈ സഭയ്ക്കകത്ത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഞങ്ങൾ പുറത്തു നിൽക്കുകയല്ല, ഞങ്ങൾ അകത്തോക്ക് വരികയാണ്. ചിലത് ചെയ്യാനുണ്ട്, ചിലത് കൂട്ടിച്ചേർക്കാനുണ്ട്, ചിലത് പണിയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, ഞങ്ങളൊന്ന് അകത്തേക്ക് വരികയാണ്. ഈ 2025 തീരും മുമ്പേ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പുറത്തു നിൽക്കാതെ അകത്തു വരിക എന്ന് പറയുമ്പോൾ നീ അകത്തു നിൽക്കുന്നതിൽ പുറത്തു പോവുകയാണോ? ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, ദൈവം നിന്നെ ഏൽപ്പിച്ച താലന്തകൾ, ദൈവം നിന്നെ ഏൽപ്പിച്ച വരങ്ങൾ, ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഇന്ന് രാത്രി തീരുമാനിക്കാം. ദൈവദാസനോട് ചേർന്ന് ഞങ്ങൾ പുറത്തല്ല, അകത്ത് കയറും, ആത്മാക്കളെ നേടും, പ്രാർത്ഥന പോരാടുമെന്ന് പറയാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ അവിടെ ആ വിഷയം വിടുകയാണ്. ഈ എസ്രായുടെ കാലത്ത് പാർശ്വരാജാവായ കോരസിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ദൈവദാസ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു. ദൈവദാസൻ അതിൻ്റെ എല്ലാ വശങ്ങളും കടന്നില്ല, എല്ലാ വശവും എനിക്കൊട്ട് അറിയത്തുമില്ല. പാർശ്വരാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് രാജ്യങ്ങളെ മുഴുവൻ തന്നിരിക്കുന്നു, എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, യഹൂദയിലെ യെരൂശലേമിൽ അവരുടെ ആലയം പണിയണം. യഹോവ നിന്നോട് ഇരിക്കട്ടെ, താല്പര്യമുള്ളവർ അതവിടെ ചെന്ന് ദൈവത്തിന്റെ ആലയം പണിയണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അറിവ് ഏകദേശം 5% മാത്രമേ പോയത്. തങ്ങളുടെ സാഹചര്യങ്ങൾ, തങ്ങളുടെ സാവകാശങ്ങൾ, തങ്ങളുടെ ഇരിപ്പിടങ്ങൾ, തങ്ങളുടെ കൃഷിയിടങ്ങൾ, തങ്ങളുടെ മൃഗസമ്പത്തുകൾ ഇതെല്ലാം വിട്ട് ദൈവത്തിന് ആലയം പണിയുവാൻ ആശ ഉണ്ടെങ്കിലും ഇതിവിടെ ഇത് കടന്നു പിടിച്ച് പുറകോട്ട് പിടിച്ച് അതിനൊക്കെ അടിച്ചു തൂക്കിയെടുക്കേണ്ട അവസരം ഉണ്ടായി. എന്നിട്ട് കോരശ് രാജ പറയുന്നുണ്ട്, ഏകദേശം 70 കൊല്ലം മുമ്പ് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലെ ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങൾ, ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോയി തൻ്റെ ക്ഷേത്രത്തിൽ വെച്ചു. എനിക്ക് ആലയം പണിയാൻ കൽപ്പന പുറപ്പെടുവിച്ച പോലെ തന്നെ സന്തോഷമാ ആലയത്തിൽ ഇരിക്കേണ്ട പാത്രങ്ങൾ വല്ലവൻ്റെ ക്ഷേത്രത്തിലിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിപ്പാൻ അത്രയും പോട്ട്, അതിന്റെ പകുതി ആവട്ടെ, കാലിലൊന്നാകട്ടെ, ഞാൻ പറയട്ടെ, പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ചവരിവിടെ ഉണ്ട്, ദൈവത്തിന് വെളിപ്പാട് പ്രാപിച്ചവരുണ്ട്, ആത്മീയ ശുശ്രൂഷകൾ പ്രാപിച്ചവരുണ്ട്. അവരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരട്ടെ. ഞാൻ ദൈവത്തിന്റെ ആലയത്തിലാകേണ്ടവനാണ്. അത് അന്യജാതിക്കാരന്റെ വിഗ്രഹത്തിന് അതേ കൂട്ടിയേരുവാൻ ഉള്ളവൻ അല്ല. ഞാൻ ആത്മക്കളും നേടേണ്ടവനാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ദൈവാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. പണ്ടങ്ങോട്ട് വന്ന് എനിക്കറിയാം, ഓർമ്മയൊന്നുമില്ല. അവർ വന്ന് മനോഹരമായി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവാസന്മാരെ നിങ്ങൾ സഭയുടെ ഇല്ല, ഞങ്ങൾ സഭയെ സുഴിയുന്നില്ല. ശരി, ഒരു ദിവസം നോക്കി ഞങ്ങളുടെ ഇരുവള്ളിപ്പുറ ദൈവസഭയിൽ വരാമോ? ഓ വരാം, നമുക്കൊരു പരസ്യയോഗം നടത്തണം, ടാക്റ്റികൾ കൊടുക്കണം. അതേ ഞാൻ ഓർക്കുന്നുണ്ട്. കർത്താവ് സമയങ്ങൾ മുന്നിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ വരവ് ദൈവദാസൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ക്ലാസ് അനുസരിച്ച് നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആൽക്കനാണ്. എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതൻ ബ്രസീലിലുണ്ട്. അത് ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ ചർച്ചയിൽ ബ്രസീലും പോർച്ചുഗീസും ഓസ്ട്രേലിയ എന്ന് വേണ്ട ഇന്റർനാഷണൽ ചർച്ച നമുക്ക് പേരിടാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ആയുർവേദ തിരുമക്കാരനാണ്. ഒരു യഹൂദന് തിരുമുന്നുണ്ട്. ആ യഹൂദൻ പറഞ്ഞെന്നാണ് പറയുന്നത്, ആലയത്തിന് പരിപാടികളിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 മുതൽ അവർ അവിടെ ഒന്നാമത്തെ മെസ്സിഹ വരുന്നതിനെ കാത്തിരിക്കുക. അങ്ങനെ പല സംഭവങ്ങളും ഞാൻ പറയട്ടെ, അടുത്ത ദിവസങ്ങളിൽ, അടുത്ത നാളുകളിൽ പക്ഷേ കർത്താവിൻ്റെ വരവ് അയക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഉണരുക, നമ്മൾ അകത്തു വരിക. ഈ നമ്മുടെ അഹരോന്റെ വടി നമുക്കറിയാം. 12 വടി ഗോത്രപിതാക്കന്മാരുടെ വടി 12 യഹോവയുടെ സന്നിധിയിൽ വെച്ചു.
ഒറ്റ രാത്രി കൊണ്ട് വിത്തിൻ 12 hours 12 മണിക്കൂറിനകം അഹ്റോന്റെ വടി തളിർത്തു, പൂത്തു, ഫലം കായ്ച്ച്. ചിലർ തളിർക്കും, ചില പൂക്കും, ചില ഫലം കായ്ക്കത്തേ ഇല്ല. പിന്നെ ചിലത് പിന്നെ എന്തോ ഫലമാ, അതും അങ്ങനെയാ. എന്നാൽ തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. അതവിടെ ഇരിക്കുക. മോശ പറയാ, let it be outside, അത് പുറത്തു വരട്ടെ. ദൈവത്തിന്റെ വടികൾ പുറത്തു വരട്ടെ. തളിർത്തവർ, പൂത്തവർ, ഫലം കായ്ക്കുന്നവർ അവരെ പുറത്തു കൊണ്ടുവരിക. ഞാൻ ഞങ്ങളുടെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിലും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൃപ ലഭിച്ച വടി, ദൈവം സന്ദർശിച്ച വടി, അത് തളിർത്തതും പൂത്തതും ഫലം കായ്ക്കുമായ വടി, മോശ പറഞ്ഞ പോലെ മറ്റു 11 അവിടെ കിടക്കട്ടെ, പുറത്തു വരികയോ അകത്ത് പോകുകയോ ചെയ്തിട്ട് നിന്റെ വടി പുറത്തു വരട്ടെ. യോനായോട് ദൈവം പറയുക, നീ കപ്പലിൻ്റെ കിടന്ന് ഊർക്കം വലിച്ച് ഉറങ്ങാതെ. എൻ്റെ ഭാര്യ പറഞ്ഞത്, ഞാൻ കിടന്ന ഉടനെ അങ്ങ് കൂർക്കം വലിക്കും. കഴിഞ്ഞ ദിവസം പറയാൻ കിടന്ന ഉടനെ അങ്ങ് കൂർക്കം വലിക്കുന്നത് എന്തോ ഭാരപ്പെടാനാ. ഇവിടെ എന്തോ വേടാനാ, വീടായി, കൂടായി, വണ്ടിയായി, വാഹനമായി, പിന്നെ ശുശ്രൂഷയായി, പിന്നെ എന്നെ വേണം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. യഹോവേ, നീയല്ലേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. യോനായെ നിന്നെ വിളിച്ചതിനാണ്? കപ്പലിൻ്റെ അടിത്തട്ട് കിടന്ന് ഉറങ്ങാനാണ്, മുഴങ്ങാനാണോ? അലസച്ചിതനായി തീരുമാനമാണോ? തമ്പുരാൻ പറഞ്ഞ പോലെ ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ, നിനക്കെന്ന് നാശം. നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യുക. എൻ്റെ സഹോദരന്മാരൊക്കെ അല്പം ഉയർന്ന നിലയിലാം. ആരും എനിക്ക് അനുകൂലമില്ല, ഒറ്റ എണ്ണം അനുകൂലം. പക്ഷേ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. കർത്താവ് ഞാൻ നിർണയിച്ചിരിക്കുന്നു, ആര് തടുക്കും? ഞാൻ കരം നീട്ടിയിരിക്കുന്നു, ആരതിനെ മടക്കും. ഇന്ന് പകൽ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.